ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 12-ാം നാളാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത്. റിപ്പോർട്ടിനെ കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും മിണ്ടി. പക്ഷേ യഥാർത്ഥ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. മോഹൻലാൽ നേരിട്ട ചോദ്യങ്ങളും അതിന് നടൻ നൽകിയ ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. ശ്രീ മോഹൻലാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്നുവന്ന പരാതികളിൽ അന്വേഷണം ആവശ്യമല്ലേ? ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കേരള പോലീസിനായാലും കേരള പോലീസല്ലേ നോക്കണ്ട, ഞാനാണോ? പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. ഉന്നയിക്കപ്പെട്ട പരാതികളിലുള്ള ആരോപണ വിധേയർക്കെതിരെ നടപടി ആവശ്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രമല്ല. അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാര്യം അത് സംഭവിച്ചു പോയി. അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യന്മാരായി പോകുന്നത്? അത് തെറ്റാണ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചോട്ടെ, എന്നാ പറയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണത്തിന് പറ്റിയ സമയമല്ലേ? അതെ, ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം. നിങ്ങളും കൂടെ ചേർന്ന് അതിനെ സഹായിക്കൂ. പരാതിക്കാർക്കൊപ്പം സംഘടന നിൽക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത്. നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇത് ഒരു സുപ്രഭാതത്തിൽ 10, 20, 30 അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്താണെന്ന് അറിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. ധാരാളം പരാതികൾ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയി ഇരകൾ പറയുന്നുണ്ട്. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ, സംഘടനാ നേതാവ് എന്ന തരത്തിൽ താങ്കളുടെ മുന്നിലേക്ക് ഏതെങ്കിലും പരാതികൾ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ റിപ്പോർട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാൾ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിതറിയാം. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ. ഇതെന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇപ്പോൾ കൺസേൺഡ് 21 യൂണിയനുകളുണ്ട്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെല്ലാം അറിയിക്കണ്ടേ? ഇപ്പോൾ അതിലില്ലാത്ത ഒരു അമ്മയെ വന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത്? പുതിയ നേതൃത്വം വരുമ്പോൾ ആരോപണ വിധേയർ മാറി നിൽക്കുമോ? എന്താണ് ഇതിൻ്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? 2 മാസം അതിനുള്ളിൽ നമുക്കിതറിയാം. ഇതറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പം നിങ്ങൾ സഹകരിക്കൂ പ്ലീസ്. എനിക്ക് ബിബി ജോൺ സാറിൻ്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളതാണ്. അത് എൻ്റെ സുഹൃത്തെ, ഞാൻ അതിൻ്റെ ഇപ്പം പറഞ്ഞു. ശരി, വളരെ എനിക്ക് ബേബി ജോൺ സാർ ഒരു മിനിറ്റ് ബേബി ജോൺ സാറിൻ്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ്. സിനിമാ കോൺക്ലേവുമായി സഹകരിക്കുമോ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കോ? അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് സഹകരിക്കും. കാര്യം അതല്ലേ, ഒരു ശുദ്ധീകരണത്തിന്, ഒരു നല്ല കാര്യത്തിന്, നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല. സഹകരിക്കും. മലയാള സിനിമയിൽ ഇപ്പറഞ്ഞ പവർ ഗ്രൂപ്പ് ഉണ്ടോ? നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ.